നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധത്തിനെതിരെ വിമർശനമുയരുന്നു. കഴിഞ്ഞയാഴ്ചയായിരുന്നു സിറിയയിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഖുദ്സ് ഫോഴ്സ് സീനിയർ കമാൻഡർ കൊല്ലപ്പെട്ടത്. ഇതാണ് റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾക്ക് കാരണമായത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഖുദ്സ് ഫോഴ്സ് സീനിയർ കമാൻഡറായ സയ്യിദ് റാസ മൗസവിയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇത് ആദ്യമായല്ല ഇസ്രായേൽ സിറിയയിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത്. എന്നാൽ റഷ്യയുടെ നൂതനമായ S-300 ആന്റി മിസൈൽ സിസ്റ്റം വിന്യസിപ്പിക്കുന്നതിൽ റഷ്യ പരാജയപ്പെട്ടു എന്നാണ് ആരോപണം ഇപ്പോൾ ഉയരുന്നത്. ഇറാനിയൻ കോളമിസ്റ്റായ ജാഫർ ഖുലാബിയാണ് ഇറാൻ സേനയെ സംരക്ഷിക്കുന്നതിൽ റഷ്യക്കുണ്ടായ പോരായ്മയെയും ഇസ്രായേൽ ആക്രമണത്തിൽ റഷ്യ മൗനം തുടരുന്നതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത്. എന്തുകൊണ്ട് റഷ്യ തങ്ങളുടെ നൂതനമായ S-300 ആന്റി മിസൈൽ സിസ്റ്റം സിറിയയിൽ വിന്യസിപ്പിച്ചിട്ടില്ല എന്നും കൂടാതെ എന്തുകൊണ്ട് ആക്രമണത്തിനെതിരെ റഷ്യ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നും ഖുലാബി എഴുതി. സിറിയയിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതിന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഇറാനിയൻ കമാൻഡറുടെ കൊലപാതകം ഇസ്രായേലിനൊരു വലിയ നേട്ടമായും വിജയമായുമാണ് കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൽ ഇറാൻ ഒന്നും പ്രതികരിക്കാത്തതിൽ ഇറാൻ സേനയിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധത്തിനെതിരെ വിമർശനവും ഉയർന്നു വന്നിരിക്കുന്നത്.